കുരുക്ഷേത്ര, കീർത്തിചക്ര, കാണ്ഡഹാർ തുടങ്ങി പട്ടാള ജീവിതത്തിന്റെ ഉൾക്കാഴ്ചകൾ തുറന്നു കാട്ടിത്തന്ന സംവിധായകനാണ് മേജർ രവി. 2 പതിറ്റാണ്ടിലുമധികം ഇന്ത്യൻ സൈന്യത്തിലുണ്ടായിരുന്ന അദ്ദേഹം നമുക്ക് മുന്നിൽ തുറന്നുവെച്ച സൈനിക പോരാട്ടത്തിന്റെ കഥകൾ ഇന്നും നമ്മളെ കോരിത്തെരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പട്ടാള ചിത്രവുമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. എന്നാൽ ലാലേട്ടന്റെ മേജർ മഹാദേവനല്ല ഇത്തവണ അതിർത്തിയിൽ തോക്കേണ്ടുന്നത്. പകരം തെന്നിന്ത്യൻ താരം ശരത് കുമാറാണ്. തന്റെ പട്ടാള ജീവിതത്തിലെ അനുഭവങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച സംവിധായകനാണ് മേജർ രവി. മോഹൻലാലിന് കേണൽ പദവി നേടിക്കൊടുക്കാൻ മാത്രം കരുത്തുള്ള സിനിമകളാണ് മേജർ രവി ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നാൽ കുറച്ചധികം കാലങ്ങളായി സംവിധായകന്റെ വേഷം അഴിച്ചുവെച്ച് അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ ഇപ്പോഴിതാ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വരികയാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം ശരത് കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന ഓപ്പറേഷൻ റാഹത്ത് എന്ന ചിത്രവുമായാണ് മേജർ രവിയുടെ തിരിച്ചുവരവ്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. സൗത്തിൽ നിന്ന് ഒരു ഇന്ത്യൻ സിനിമ എന്ന ടൈറ്റിൽ ടാഗോട് കൂടെയാണ് പോസ്റ്റർ വന്നത്. പട്ടാളവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തന്നെയാണിത്. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക. ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് പലതും വായിച്ചെടുക്കാൻ സാധിക്കും. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ വായുമാർഗം ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് പോസ്റ്ററിൽ നിന്നും വ്യക്തമാകുന്നത്. 2015 യമനിൽ നടന്ന ഇന്ത്യൻ ആർമിയുടെ ഓപ്പറേഷനായിരുന്നു സിനിമ പശ്ചാത്തലമാക്കിയിരിക്കുന്ന ഓപ്പറേഷൻ റാഹത്ത്. യമൻ പ്രതിസന്ധിയുടെ സമയത്ത് യുദ്ധ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരെയും വിദേശ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ ഓപ്പറേഷനായിരുന്നു ഇത്. കടൽ വഴിയും വിമാനത്തിലൂടെയുമുള്ള ഒഴിപ്പിക്കലിനായി അന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. യമനിലെ 4640-ലധികം ഇന്ത്യൻ പൗരന്മാരെയും 41 രാജ്യങ്ങളിൽ നിന്നുള്ള 960 വിദേശ പൗരന്മാരെയും അന്ന് ഒഴിപ്പിച്ചിരുന്നു. ഇത് തന്നെയായിരിക്കും മേജർ രവിയുടെ സിനിമ പശ്ചാത്തലമാക്കിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളും ഇത്തരം യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതോ അല്ലെങ്കിൽ തന്റെ സൈനിക ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്തവയോ ആണ്. അതെല്ലാം വിജയം കാണുകയും ചെയ്തിരുന്നു. ലാലേട്ടന് കേണൽ പദവി നേടിക്കൊടുത്ത ചിത്രങ്ങൾ തന്നെ അതിനുദാഹരണങ്ങളാണ്. ഇന്ത്യൻ സൈനിക സിനിമകളുടെ ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു കശ്മീർ തീവ്രവാദത്തെക്കുറിച്ചുള്ള കീർത്തിചക്ര. മേജർ മഹാദേവന്റെ പിറവി കൂടിയായിരുന്നു ആ ചിത്രം. പിന്നീട് അതിന്റെ തുടർച്ചയായി കാർഗിൽ യുദ്ധത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കുരുക്ഷേത്രയും വന്നു. അതിനുശേഷം എത്തിയത് കാണ്ഡഹാർ ആയിരുന്നു. മേജർ മഹാദേവന്റെ തുടർച്ചയായി എത്തിയ ആ ചിത്രം പശ്ചാത്തലമാക്കിയത് 1999 ഇന്ത്യ എയർലൈൻസ് ഫ്ലൈറ്റ് 814 ഹൈജാക്ക് ചെയ്ത സംഭവത്തെയായിരുന്നു. 2017 വന്ന 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രമായിരുന്നു മേജർ മഹാദേവൻ സീരീസിലെ അവസാനത്തെ ചിത്രം. കൂടാതെ മേജർ രവിയുടെ അവസാന സംവിധാന സംരംഭവുമായിരുന്നു അത്. പിന്നീട് അദ്ദേഹം അഭിനയത്തിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. ഇപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന മേജർ രവിയുടെ പട്ടാള ചിത്രത്തിനായി വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.